നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം. Gospel of Matthew, chapter 14, verse 17 and 20. അവർ 17 to 20. അവർ അവനോട് 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത് ഇങ്ങ് കൊണ്ടുവരുവിനെന്ന് അവൻ പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്നു തൃപ്തരായി ശേഷിച്ച കഷണം 12 കൊട്ട നിറച്ചെടുത്തു. മതി. Praise the Lord. വളരെ സുപരിചിതമായ ഒരു വേദഭാഗം. പ്രത്യേകിച്ചും കർത്താവ് തൻ്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ ചെയ്തതായ അത്ഭുത പ്രവൃത്തികളെല്ലാം ഒന്നിനോടൊന്ന് പ്രധാനപ്പെട്ടതാണെങ്കിലും എല്ലാവരുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കുന്ന ഒരു ഫിഗറാണ് കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരെയും ശേഷം സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പോഷിപ്പിച്ച ആ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ. അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പുരുഷന്മാരെ തന്നെ പോഷിപ്പിച്ച ഈ അത്ഭുത പ്രവൃത്തി ഇത് 4 സുവിശേഷകരും 4 സുവിശേഷങ്ങളിലും വെളിപ്പെടുത്തിയിരിക്കുന്നു. മറ്റു പലതും ഇപ്പം കാനാവിലെ കല്യാണ വിരുന്ന് വീട്ടിലെ പോരായ്മയ്ക്ക് പരിഹാരം വരുത്തി പച്ചവെള്ളത്തെ വീഞ്ഞാക്കി കൊടുത്തു. അത് യോഹന്നാൻ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. ബെത്സയിദ എന്ന കുളക്കടവിൽ കിടന്നതായ ആ രോഗിയായ മനുഷ്യന് സൗഖ്യം വന്ന വിഷയം അത് യോഹന്നാൻ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. ഇനി 1ഉം 2ഉം സുവിശേഷങ്ങളിലൊക്കെയുള്ള അത്ഭുത പ്രവൃത്തികളുണ്ട്. പക്ഷേ ഈ 5 അപ്പവും 2 മീനും കൊണ്ട് ദൈവം പുരുഷാരത്തെ പോഷിപ്പിച്ചത് 4 സുവിശേഷത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, മറ്റൊരു പ്രത്യേകതയും കൂടി ഓർപ്പിക്കട്ടെ. ഈ 5 അപ്പവും 2 മീനും എന്ന് നമ്മൾ കേൾക്കുമ്പോഴേ കാണുമ്പോഴേ ഇത് കൊണ്ടുവന്ന് ആ ബാലനെ എവിടുന്നോ നമ്മുടെ ഓർമ്മയിലേക്ക് കർത്താവ് ഇങ്ങനെ കൊണ്ടുവരും. ഇത്രയും പുരുഷാരത്തെ പോഷിപ്പിക്കുവാൻ കാരണക്കാരനായ ആ പയ്യനെ നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ കൊണ്ടുവരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാവോ ആ ബാലനെ ഈ 4 സുവിശേഷകരിൽ എത്ര പേരാ എടുത്തു പറഞ്ഞിരിക്കുന്നത് പറയാവോ? ശ്രദ്ധാപൂർവം വായിക്കണേ. ഒരൊറ്റ ശിഷ്യൻ മാത്രമാണ്, അല്ലെങ്കിൽ 4 സുവിശേഷകരിൽ ഒരാൾ മാത്രമാണ് ഈ ബാലന്റെ കയ്യിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ അപ്പം കിട്ടിയെന്ന് കർത്താവിനോട് പറയുന്നത്. അതാരാ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിനാവുള്ളൂ. മത്തായും ഈ ബാലനെ മറന്നു, മർക്കോസും ഈ ബാലനെ മറന്നു, ലൂക്കോസും ഈ ബാലനെ മറന്നു. യോഹന്നാൻ ഇല്ലായിരുന്ന നമ്മൾ ഈ ബാലനെ ഓർക്കുമായിരുന്നു. ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഒരു ബാലകൻ ഇവിടെയുണ്ട്, അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. സ്തോത്രം. കർത്താവ് പറഞ്ഞു, അതിഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ 4ൽ 3 പേരും ഈ ബാലകനെ മറന്നു എന്ന് ഞാൻ ചിന്തിക്കുക. ബാലകരെ മറക്കുന്ന ഒരു ലോകം. ആളും തരമൊക്കെ കണ്ടു മാത്രം ഇടപെടുന്ന ഒരു അനുഭവം. എന്നാൽ ഹല്ലേലൂയ, നമ്മുടെ കർത്താവോ ഈ പുരുഷാരത്തെ സ്നേഹിച്ച് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഭാഗമാണ് ഇവിടെ വായിക്കുന്നത്. ഞാൻ സത്യത്തിൽ ഈ 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് 5000 പുരുഷന്മാരെ പോഷിപ്പിച്ച വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ടൈമും ഇല്ല. എൻ്റെ ഹൃദയത്തിൽ കർത്താവ് നൽകിയ ഒരു ചെറിയ മെസ്സേജാണ് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ഇവിടെ വായിക്കുകയുണ്ടായല്ലോ. സ്തോത്രം. ഈ അപ്പം ഈ മീനും അതിഞ്ഞു കൊണ്ടുവരുവീൻ എന്നവൻ പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും നിന്ന് തൃപ്തരായി. നോക്കണേ, കർത്താവ് തൻ്റെ കരങ്ങളിലേക്ക് ഈ അപ്പം മീനും മേടിച്ചു. എന്നിട്ട് കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കൊരിന്ത്യർ ലേഖനത്തിന്
അതുകൊണ്ട് തന്നെ കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി വാഴ്ത്തി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ അപ്പത്തെ അല്ല വാഴ്ത്തുന്നത്, പിന്നെയോ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തെ വാഴ്ത്തുന്നത്. സ്തോത്രം. ഒരിടത്തും അപ്പത്തെ വാഴ്ത്തിന്ന് കാണുന്നില്ല, പിന്നെയോ ദൈവത്തെ വാഴ്ത്തുന്നു. എന്നിട്ട് ഈ അപ്പം അനുഗ്രഹിച്ചു തരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നോക്കണേ, ഈ അനുഗ്രഹിക്കപ്പെട്ട അപ്പം ആരനുഗ്രഹിച്ചോ ആ അനുഗ്രഹദാതാവ് തന്നെ ഈ അപ്പം നുറുക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നമ്മെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും എന്തുകൊണ്ട് ഇങ്ങനെ നുറുങ്ങേണ്ടി വരുന്നു എന്നൊരു പക്ഷെ ചിന്തിച്ചു പോകും. കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അനുഭവത്തിലെ വെളിച്ചത്തിൽ എനിക്ക് ഓർക്കാൻ കഴിയുന്നു, അറിയാൻ കഴിയുന്നു. എങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ നുറുക്കുന്നത്? ഈ അപ്പം നുറുങ്ങിയത് കൊണ്ട് ഒരു പോരായ്മ ഇവിടെ ഉണ്ടാകുന്നില്ല. അനേകരെ തൃപ്തിപ്പെടുത്തുവാൻ, അനേകരെ സമൃദ്ധിയുടെ പാതയിലേക്ക് നടത്തുവാൻ, അനേകരെ ധൈര്യപ്പെടുത്തുവാൻ, അനേകരെ പോഷിപ്പിക്കുവാൻ, അനേകരെ ജീവിപ്പിക്കുവാൻ, അനേകരെ ഉണർത്തുവാൻ ഈ അപ്പം നുറുങ്ങിയേ മതിയാവും. ഒന്നാമതായിട്ട് പിതാവാൻ ദൈവം നുറുക്കുന്ന അപ്പം ഏതാണെന്ന് നമുക്കറിയാം. കർത്താവ് എന്താ പറയുന്നത്? സ്തോത്രം. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 51-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, പിതാവായ ദൈവം നുറുക്കിയ അപ്പം. ഷിബ, ആ മൈക്ക് ഓണാണോ? പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങിയ സാക്ഷാൽ അപ്പം ഞാനാകുന്നു എന്ന് കർത്താവ് പറഞ്ഞിരിക്കുക. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസം ആകുന്നു. എന്ന് വെച്ചാൽ ലോകത്തിന് ജീവിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ലോകത്തിൽ നിന്ന് അനേകർ ജീവിക്കണമെങ്കിൽ, അവരുടെ ആത്മീയ ജീവൻ നിലനിർത്തണമെങ്കിൽ ഞാൻ നുറുക്കപ്പെട്ട് എൻ്റെ മാംസം നുറുങ്ങിയെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ഒരു അനുഗ്രഹ സമൃദ്ധി അവിടെ ഉണ്ടാവുള്ളൂ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യത്തിലും യേശു അവരോട് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല. ദൈവത്തിന് ഹല്ലേലൂയ. നമുക്ക് വേണ്ടി നുറുങ്ങപ്പെട്ട നമ്മുടെ കർത്താവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭായോഗത്തിൽ പ്രസംഗമുണ്ട്, പാട്ടുണ്ട്, മറ്റ് പല വിധത്തിലുള്ള ശുശ്രൂഷകളെല്ലാം ഉണ്ടെങ്കിലും നുറുങ്ങപ്പെട്ട കർത്താവിനെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരാധന ശരിയാകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ മേശ നമുക്ക് എല്ലാ ആഴ്ചയിലും നടത്താൻ കഴിയുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ സൺഡേയിലും കർത്താവിൻ്റെ മേശയില്ലാത്ത ഒറ്റ സഭായവും ഇല്ല. ഞാൻ 35 കൊല്ലം ഇന്ത്യ ബന്ധിക്കോ ദൈവസഭയോട് നിന്നിച്ചു. എൻ്റെ ഓർമ്മയിലില്ല കർത്തൃമേശ ഇല്ലാത്ത ഞായറാഴ്ച. സ്തോത്രം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവിനെ ധ്യാനിക്കുവാൻ തക്കവണ്ണം, കർത്താവിനെ മുറിഞ്ഞ പാടുകളെ ഒന്ന് കാണുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ അന്തരംഗത്തിൽ ജീവൻ ഉണ്ടാകുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തത് സ്തോത്രം, നാം ഓരോരുത്തരും പ്രൈസ് ദി ലോർഡ് ഈ അപ്പമായിരിക്കാൻ തക്കവണ്ണം, ഒരപ്പം എന്ന നിലയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. 1 Corinthians chapter 10 verse 17. അപ്പം ഒന്നാകൊണ്ട്
പലരായ നാം ഒരു ശരീരമാകുന്നു, ആ. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. കേട്ടോ, അപ്പം ഒന്നായിരിക്കുന്നത് പോലെ നാം ഓരോരുത്തരും ഒരപ്പത്തിന്റെ അംശികളാണ്. നമ്മുടെ കർത്താവ് അപ്പമായി മനുഷ്യവർഗത്തിന് ജീവന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു, നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ടു. എന്നാൽ നാം മറ്റൊരു കാര്യം ചിന്തിക്കണം. കർത്താവ് പറയുന്നു, അതെ, സ്തോത്രം, നാം ഓരോരുത്തരും അപ്പമായിരിക്കുന്നു. ഹല്ലേലൂയ. അന്നൂറ് വായിച്ച വാക്യം, അപ്പം ഒന്നായിരിക്കുന്നത് പോലെ പലരായ നാം ഒരു ശരീരമാകുന്നു. ഒരു ശരീരം, പലരായ നാം ഒരു ശരീരമാകുന്നു. ആരാധന സക്സസ് ആകണമെങ്കിൽ നുറുക്കപ്പെട്ട കർത്താവിൻ്റെ ആ നുറുങ്ങിയ അനുഭവം കാണണം. അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്ന നാം എല്ലാവരും ഒരപ്പമായിരിക്കണം, ഒരപ്പത്തിൻ്റെ അംശങ്ങൾ. പല ഗോതമ്പ് മണികൾ പൊടിഞ്ഞ് അതെ മാവായി തീർന്ന് അവ ഒന്നിച്ച് ഒരപ്പമായിരിക്കുന്നത് പോലെ തന്നെ ഒരപ്പത്തിൻ്റെ അംശങ്ങളാണ് ഞാൻ എന്നും കൂടെ വെളിപ്പെടുത്തുന്നത് ആ കർത്താവിൻ്റെ മേശ. ദൈവത്തിനോട് സ്തോത്രം. ഹല്ലേലൂയ. ഈ വിഷയം ചിന്തിക്കുമ്പോഴാണ് എന്നെ പലപ്പോഴും കർത്താവ് ചിന്തിപ്പിച്ച ഒരു ഭാഗം. ദൈവത്തിന് സ്തോത്രം. ഈ മിദ്യാനിയ പാളയത്തിലേക്ക് ഉരുണ്ടു വരുന്ന ഒരു യവത്തപ്പത്തെക്കുറിച്ച് ഒരു ദർശനം കണ്ട ഒരു അനുഭവം ന്യായാധിപന്മാരുടെ പുസ്തകത്തിലുണ്ട്. സ്തോത്രം. ഒന്ന് വായിക്കാം. ഈ ന്യായാധിപന്മാർ 7-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ഗിദെയോൻ ചെല്ലുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനോടൊരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു യവത്തപ്പം മിദ്യാന്യരുടെ പാളയത്തിലേക്ക് ഉരുണ്ടുവന്ന് കൂടാരം വരെ എത്തി അതിനെ തള്ളി മറിച്ചിട്ടു. അങ്ങനെ കൂടാരം വീണ് കിടന്നു എന്ന് പറഞ്ഞു. കേൾക്കണേ എൻ്റെ പ്രിയപ്പെട്ടവരെ, സമയം കുറവുണ്ട്. വാക്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയാനോ വായിക്കാനോ സമയമില്ല. മിദ്യാന്യരും അമാലേക്യരും കിഴക്കേ ദേശക്കാരും വെട്ടുക്കിളി എന്ന പോലെ അസംഖ്യം താഴ്വരയിൽ പരന്നു. ഗിദെയോനും ഇസ്രായേൽ സൈന്യവും വളരെ ചെറുത് അവരെ സംബന്ധിച്ച്. ഏതാണ്ട് 30,000 പേരേ ഉള്ളൂ. ഇവരെ കൊണ്ട് യുദ്ധത്തിന് പോയാൽ വിജയിക്കത്തൊന്നുമില്ലെന്നുള്ള സത്യം. എങ്കിലും 30,000 ഉണ്ടല്ലോ. യഹോവയാ ദൈവം ഗിദെയോനോട് പറഞ്ഞു, ഭയവും ഭീരുത്വമുള്ളവരെല്ലാവരും പുറകോട്ട് വെക്കണം. അപ്പം എത്ര പേര് പോയി? ആദ്യം 20,000 പേര് പുറകോട്ട് പോയി. പിന്നെ ശേഷിച്ചത് നമുക്കറിയാം. സ്തോത്രം. 30,000 20,000 പോയ പിന്നെ 10,000. അപ്പം കർത്താവ് പറയുക, യഹോവയാ ദൈവം പറയുക, അതും കൂടുതലാണ്, നദിയുടെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നായ്ക്കിൽ നിന്ന് അക്കി കുടിക്കുന്ന പോലെ അക്കി കുടിച്ച ഒരു ചെറിയ ശേഷിപ്പുണ്ടായിരുന്നു. 300 പേര്. ഈ 300 പേര് മതിയെന്ന് ദൈവം എന്ത് കൽപ്പിക്കുന്നു? സ്വയബുദ്ധിയെ മാറ്റിക്കൊണ്ട്, സ്വയ ചിന്താഗതിയെ മാറ്റിക്കൊണ്ട് ഗിദെയോൻ ആ 300 പേരുമായി പോകുന്നു. ഇതിനോട് ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം. നീ വലിയ പരസ്യപ്രക്ഷേപണം ഒന്നും ചെയ്യാതെ നേരെ ആ പാളയത്തിലേക്കൊന്ന് പോകണം. അപ്പോൾ നിനക്ക് ധൈര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞു. പാളയത്തിൽ ചെന്നപ്പം ഒരുവൻ ഒരു ദർശനം കണ്ട് മറ്റവനോട് പറയുക, ഒരു യവത്തപ്പം നമ്മുടെ പാളയത്തിലേക്ക് ഉരുണ്ടു വരുന്നു. ആരാ? ഈ മിദ്യാന്യരും അതുപോലെ തന്നെ അമാലേക്യരും കിഴക്കേ ദേശക്കാരും ഇസ്രായേലിനോട് ശത്രുത പുലർത്തുന്നവർ പാളയം പിടിച്ച് വെട്ടിക്കിളി പോലെ ആകാശത്തിലെ നക്ഷത്രം പോലെ പെരുകിയ ഒരു വലിയ സൈന്യം ഇവിടെ ഉണ്ട്. അവരിൽ ഒരാൾ ഒരുവനോട് പറയുക, ഞാനൊരു ദർശനം കാണുന്നു, ഒരു യവത്തപ്പം ഇങ്ങനെ ഉരുണ്ട് വരുന്നു, എന്നിട്ട് പാളയത്തിൽ ഇടിക്കുന്നു, പാളയം ചെതറിപ്പോകുന്നു. എന്തുവാ ഇതിൻ്റെ അർത്ഥം? അപ്പൊ അവരിൽ ഒരാൾ തന്നെ പറഞ്ഞു, അയ്യോ, ഇത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ ദാസനായ ഗിദെയോന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. അവര് പരിഭ്രാന്തരായി തീരുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. 300 പേരും കൊണ്ടുപോയി. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഒരു കുടമെടുത്തു, അതിനകത്ത് പന്തം വെച്ചു, കാഹളപൂതി, കുടം പൊട്ടിച്ചു, പന്തം തെളിയിച്ചു. ചുരുക്കി പറഞ്ഞ അവര് തന്നെ എന്ത് ചെയ്തു? അന്യോന്യം വെട്ടി ഇല്ലായ്മപ്പെടുകയാരും ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, പോയിന്റിലേക്ക് ഞാൻ കടന്നു വരട്ടെ. ഞാനിത് ഇങ്ങനെ പറഞ്ഞതിന് കാരണം എന്തെന്നറിയാമോ?
ഈ മിദ്യാന്റെ പാളയത്തിലേക്ക് ഒരു അപ്പം ഉരുണ്ടു അല്ലേ എന്ന് പറഞ്ഞതുപോലെ പലരായ നാം ഒരപ്പമായിട്ട് ഈ മിദ്യാന്റെ പാളയത്തിലേക്കൊന്ന് ഉരുളാൻ റെഡിയാണെങ്കിൽ, ഒന്നായിട്ട് ഒന്ന് ഉരുളുവാൻ തയ്യാറാണെങ്കിൽ, ഏകീഭാവത്തോടും ഏകീകരണത്തോടും കൂടി ഒന്നായിട്ട് ഒരു മനസ്സോടെ ഏകീകരണത്തോടെ ആത്മാർത്ഥതയോടെ ശത്രുവിന്റെ സൈന്യത്തിലേക്ക് ഉരുളുവാൻ തയ്യാറാകുന്ന പക്ഷം, ഓ സ്തോത്രം, ശത്രുപാളയം നശിക്കപ്പെടുവാനിടയായി തീരും. അവിടെ ദൈവത്തിന്റെ നാമം, കർത്താവിന്റെ നാമം മഹത്വമെടുക്കുവാനിടയായി തീരും. യേശുവിന്റെ നാമം അവിടെ ഉയരുവാനിടയായി തീരും. കർത്താവിന്റെ നാമം അവിടെ ജയിക്കുവാനിടയായി തീരും. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. പലപ്പോഴും പലയിടത്തും സാധിക്കുന്നില്ല. ഏകീകരണം ആരാധനയോടുള്ള ബന്ധത്തിൽ ഉണ്ടാകേണ്ട ഒരു വിഷയമാണ്. വ്യത്യസ്തങ്ങളായ മനോഭാവത്തിലും വ്യത്യസ്തങ്ങളായ ചിന്താഗതികളിലും. ഇവിടെ ചോദിച്ചാൽ സങ്കീർത്തനം വായിച്ചപ്പോൾ യെശയ്യാപ്രവാചകൻ പറഞ്ഞൊരു കാര്യം, അത് കർത്താവ് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. നിങ്ങൾ കൂടി വരുന്നുണ്ട്, അത് സത്യമാണ്. നിങ്ങൾ വേദവാക്യങ്ങൾ പറയുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷേ അതെല്ലാം എന്താ പറഞ്ഞിരിക്കുന്നത്? മാനുഷികമായിട്ട് വരുന്നതായ മനപ്പാടമാക്കിയ മാനുഷികതകളത്രേ. സ്തോത്രം. ഹൃദയത്തിന്റെ അന്തരാത്മാവിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്ന് അന്തരാത്മാവിൽ ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് ഒരു മനസ്സോടെ ഏകീകരണത്തോടെ ഏകഭാവത്തോടു കൂടി ആയിരിക്കാൻ ഇടയായി തീരുക. യവത്തപ്പമായിട്ട് ഒരപ്പമായിട്ട് ശത്രുപാളയത്തിലേക്ക് ഉരുളുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുക. ദൈവത്തിന് സ്തോത്രം. ഈ ദർശനമാണ് മിദ്യാന്യപാളയത്തിൽ കിടന്ന അമാലിയക്കരും അമോന്യരും, പ്രൈസ് ദി ലോർഡ്, മിദ്യാന്യരും കിഴക്കൻ ദേശക്കാരൊക്കെ കേട്ടത്. ഈ ഒരു ദൂതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു ദൂതായിരുന്നു ഗിദെയോന് ഇവർ സംസാരിച്ച് കേൾക്കുവാൻ ഇടയായി തീർന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ഏകീകരണത്തെക്കുറിച്ച്. യേശു കണ്ണുനീർ വാർത്തുന്നതൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾ ആദ്യം പഠിക്കുന്ന വാക്യമാണ്. സ്തോത്രം. നമ്മളതിന് വിലയൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ഭയങ്കര ഒരു വാക്യമാണ് അത്. സ്തോത്രം. യേശു കണ്ണുനീർ വാർത്തു. എപ്പോഴാണ് യേശു കണ്ണുനീർ വാർത്തെന്ന് ആ ഭാഗം ഒന്ന് ശരിക്കൊന്ന് വായിക്കണേ, അന്നേരം മനസ്സിലാവും. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുക, അവർ കരയുന്നതും അവരോടുകൂടി വന്ന് യഹൂദന്മാർ കരയുന്നതും കണ്ടിട്ട് യേശു ഉള്ളം നൊന്ത് കലങ്ങി. അടുത്ത സെന്റൻസാ യേശു കണ്ണുനീർ വാർത്തെന്ന്. മാർത്ത കരയുന്നു, മറിയ കരയുന്നു. മാർത്തയും മറിയയും ഈ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടുന്നത് കണ്ട് വഴി കണ്ടവരല്ല, യഹൂദന്മാരെല്ലാം എന്ത് ചെയ്തു? ഓടി. ഈ മറിയയെ യഹൂദന്മാർ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ഇടയിൽ നിന്നാണ് മാർത്ത വന്ന് ഈ കാര്യം പറയുന്നത്. അപ്പോൾ മാർത്ത എഴുന്നേറ്റ് ഓടാൻ തീരുമാനിച്ചു. എവിടെ പോകുകയെന്നൊന്നും പറഞ്ഞില്ല. അപ്പോൾ കല്ലറയ്ക്ക് കരയാൻ പോകുന്നു, തലയടിച്ച് കരയും, ആകെ പ്രശ്നമായി തീരും എന്ന് കരുതിയാണ് അവിടെ തടയാനായിട്ട് യഹൂദന്മാർ പുറകെ ഓടിയത്. ചുരുക്കി പറഞ്ഞാൽ കണ്ടവർ ഓടി. ഒരു കൂട്ടയോട്ടം എല്ലാവരും കൂടി ഓടി യേശുവിൻ്റെ അടുക്ക് ചെന്നു. എന്നിട്ട് യേശു നോക്കിയപ്പോൾ മാർത്ത കരയുന്നു, മറിയ കരയുന്നു. ഹല്ലേലൂയ. കൂടെ വന്ന് യഹൂദന്മാരും കരയുക. നോക്കണേ, ഒരു വിഷയത്തിന് വേണ്ടി ഒരു സഭ മൊത്തം കരയുകയെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചോ ഭാഗം? ആ വാക്യം ഒന്ന് വായിക്കാമോ? യോഹന്നാൻ സുവിശേഷം 11 അധ്യായത്തില് അവള് കരയുന്നതും അവളോട് കൂടെ വന്ന അവളോട് കൂടി വന്ന് യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്തു കലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവേ വന്ന് കാണുക എന്ന് അവരവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. എന്റെ യേശു കരയാൻ കാരണം എന്താണെന്നറിയാമോ? ഒരു സഭ മൊത്തം ഒരു വിഷയത്തിന് വേണ്ടി കരയുക. പ്രിയപ്പെട്ടവരെ, എന്തിനാ സഭ? സ്തോത്രം. അപ്പൊ ഒന്നായിരിക്കുന്ന പോലെ പലരായി നാം ഒരു ശരീരമാണ്. ഒരു വിഷയത്തിന് വേണ്ടി നാം എല്ലാവരും ഒരപ്പമായി തീർന്നുകൊണ്ട് കരയാൻ തയ്യാറാണ്. സാധിക്കാത്ത കാര്യമൊന്നുമില്ല. ആദ്യകാല സഭകളിലൊക്കെ അത്ഭുതകരമായിട്ടുള്ള ദൈവത്തിന്റെ പ്രവൃത്തി നടന്നതിന്റെ കാരണം അതാ. ദൈവത്തിന് സ്തോത്രം. സഭയിലുള്ള ഓരോ അംഗങ്ങളും ഓരോ ശരീരത്തിന്റെ അവയവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരവയവത്തിന് എന്തെങ്കിലും വേദന വന്നാൽ ആ വേദന എനിക്കും അനുഭവപ്പെടണം, എങ്കിൽ മാത്രമേ ആ ശരീരത്തിൻ്റെ അവയവമാകുന്നുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വേദന വന്നാൽ ആ വ്യക്തി വേദനിക്കുന്ന പോലെ ഞാനും വേദനിക്കുന്നെങ്കിൽ ഒരു കാര്യം ഡെഫിനറ്റാ,
ആ ശരീരത്തിൻ്റെ ഒരു അവയവമാണ് ഞാനും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒന്നായി ചേർന്ന് കരയുവാൻ, ഒന്നായി ചേർന്ന് ആരാധിക്കുവാൻ, ഒന്നായി ചേർന്ന് ശത്രുപാളയത്തിലേക്ക് ഉരുളുവാൻ, അങ്ങനെ ഒന്നായിട്ട് ഒരപ്പമായിട്ട് കർത്താവിനാൽ നുറുക്കപ്പെടുവാൻ ആരും വേദനിക്കരുത് കേട്ടോ. സ്തോത്രം. ഇത് അനേകരെ തൃപ്തിപ്പെടുത്തുവാനാ, അനേകരെ പോഷിപ്പിക്കാനാ, അനേകർക്ക് ജീവനുണ്ടാകേണ്ടതിനാ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തന്നെ ഇരിക്കുകയുള്ളൂ, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം, സമർപ്പിക്കാം, വിനയപ്പെടാം, നമുക്ക് എളിമപ്പെടാം, അരുമനാഥന്റെ പാദപീഠം നമുക്ക് ചുംബിക്കാം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും.